എന്താ നന്ദിനി? സർ, സൂര്യ സാർ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് സാറിന് വിഷമമൊന്നും തോന്നരുത്. ഏയ്, എന്തു വിഷമം? ഞാൻ സൂര്യയെ കണ്ടു, സംസാരിച്ചു. അയാളോട് സോറി പറയുകയും ചെയ്തു. സാറ് തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യ. അത് കളിയുടെ സ്പീഡിൽ അങ്ങനെ പറ്റിപ്പോയതാണ് നന്ദിനി. പാടില്ലായിരുന്നു സർ. സൂര്യ സാറിനെ സംബന്ധിച്ച് ഒന്നും ഒളിച്ചു വെക്കാത്തൊരു പ്രകൃത. അതിപ്പോ സ്നേഹമായാലും ദേഷ്യമായാലും അങ്ങനെ തന്നെയാ. ആരെങ്കിലും ഒരാൾ ചതിച്ചെന്നോ പറ്റിച്ചെന്നോ തോന്നിയാല് സൂര്യ സാറിനത് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല. സാറ് പൊട്ടിത്തെറിക്കും. അതന്നെ ഇപ്പൊ സംഭവിച്ചത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ ചേച്ചി? അവളെന്താ രഞ്ജിത്തിനോട് സംസാരിക്കുന്നേ? അറിയില്ല. ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാ അവരുടെ മുൻപിൽ ആളാവുന്നതാണല്ലോ അവളുടെ സ്വഭാവം. എന്തുകൊണ്ടോ സൂര്യക്ക് എന്നെ ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സൂര്യയോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എന്തോ അത് കാര്യാക്കണ്ട സർ. ഇപ്പൊ ഒരു ചെറിയ വിഷമം തോന്നിയാലും സൂര്യ സാറ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് മറ്റാരെക്കാളും അധികം. വേദ മാഡവും ഇന്ദ്രജ മാഡവും ഒക്കെ സൂര്യ സാർ അവരെ സ്നേഹിക്കുന്നില്ലെന്നാ കരുതുന്നത്. പക്ഷെ എനിക്കറിയാം, എല്ലാവരോടും ഉള്ളിന്റെ ഉള്ളില് സൂര്യ സാറിന് സ്നേഹമുണ്ട്. എന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും അതിന്റെ തെളിവല്ലേ സർ? നന്ദിനി, സത്യം പറഞ്ഞ സൂര്യ എന്നോട് കാണിക്കുന്ന ഇറിറ്റേഷൻ അനുസരിച്ച് അയാളോട് എനിക്കും ദേഷ്യത്തിൽ പെരുമാറാം. പക്ഷെ അയാൾ നന്ദിനെ സ്നേഹിക്കുന്ന രീതി, എല്ലാവരുടെ മുന്നിൽ തന്നെ അയാൾ ന്യായീകരിക്കുന്നത്, ഒപ്പം ചേർത്തുകൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ എനിക്ക് അത്ഭുതമുള്ള കാഴ്ചയാണ്. നന്ദിനി പേടിക്കണ്ട. ഞാൻ ഒരിക്കലും അയാളോടൊരു വൈരാഗ്യവും മനസ്സിൽ വെച്ച് സൂക്ഷിക്കില്ല. സൂര്യ ഒക്കെ ആവട്ടെ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. നന്ദിയുണ്ട് സർ. സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തില് ഒറ്റപ്പെട്ട ഒരാളാ സൂര്യ സാറ്. സാറിനെങ്കിലും അത് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യ. അവൾക്കെന്താ രഞ്ജിത്തിനോട് ഇത്ര പറയാനുള്ളത്? ചിലപ്പോ ഏട്ടും വഴക്കിട്ട കാര്യത്തെക്കുറിച്ചായിരിക്കും. അവളാണോ അത് സംസാരിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഇല്ലേ? വേദ, ഒരു കാര്യം ഞാൻ പറയാം. രഞ്ജിത്തുമായി അവളൊരു അടുപ്പം ഉണ്ടാക്കിയ ആ അടുപ്പം വെച്ച് നിന്നെക്കുറിച്ച് അവള് രഞ്ജിത്തിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ? നിന്നെ അവൾക്ക് ഇഷ്ടമല്ലല്ലോ. നിന്നെന്നല്ല, എന്നെയോ മമ്മിയെയോ ആരെയോ ഇഷ്ടമല്ല. അവസരം കിട്ടിയ അവള് ചതിച്ചിരിക്കും. ഇപ്പൊ നിന്നെ രഞ്ജിത്തിന് ഇഷ്ടം, നാളെ നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് രഞ്ജിത്ത് തിരിച്ചു പോയാലോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഈ വേലക്കാരികളുടെ ചിന്താഗതിയെ കുറിച്ച് നിനക്കറിയാത്തതുകൊണ്ടാ. നമ്മുടെയൊക്കെ സൗകര്യങ്ങൾ കാണുമ്പോ അസൂയാണ് അവറ്റകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതോ ഒരു തെരുവിൽ കടന്നിരുന്ന അവൾക്ക് ഈ വീടിനകത്ത് എത്തിയതില് ഒന്ന് അഹങ്കരിക്കണമെന്നുണ്ടാവും മനസ്സില്. പക്ഷെ നിന്നെ തേടി എത്തിയിരിക്കുന്നത് നിസ്സാര ഭാഗ്യമാണോ? നീ പോവാൻ പോകുന്നത് അമേരിക്കയിലേക്കാ. ജീവിക്കാൻ പോകുന്നത് നമ്മളെക്കാൾ വലിയ കോടീശ്വരന്റെ ഭാര്യയായിട്ടാ.
അതവള് നടത്താൻ നോക്കൂ മുടക്കാൻ നോക്കൂ. ചേച്ചി മുടക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രഞ്ജിത്ത് അവളോട് സോഫ്റ്റായി പെരുമാറുന്നതുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ പറയാൻ എളുപ്പമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളെയും അവളുടെ അച്ഛനെയും അനുജത്തിമാരെയൊക്കെ നമ്മൾ ദ്രോഹിച്ചത് രഞ്ജിത്തിനോട് അവള് പറഞ്ഞ രഞ്ജിത്തിന് മുൻപിൽ നിന്റെ ഇമേജ് എന്തായിരിക്കും? രഞ്ജിത്ത് നിന്നെ വെറുക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഞാൻ കൊല്ലും. നീ ഒരു കാര്യം ചെയ്, ആദ്യം രഞ്ജിത്തിനോട് പോയി അവൾ എന്താ സംസാരിച്ചതെന്ന് കേൾക്ക്. അവളെ ഞാൻ കണ്ടോളാം. ചേച്ചി എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ഇനി രഞ്ജിത്ത് തീരുമാനം മാറ്റുമോ മറ്റോ ചെയ്താ? അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഞാൻ പറയുന്നത്. അവൾ ഇനി രഞ്ജിത്തിനോട് സംസാരിക്കാൻ പാടില്ല. അത് ഞാൻ വിലക്കിക്കോളാം. നീ രഞ്ജിത്തിനടുത്തേക്ക് ചെല്ല്. നന്ദിനി, നന്ദിനി, എന്താ മാഡം? നീ രഞ്ജിത്തിനോട് എന്താ സംസാരിച്ചേ? അത് സൂര്യ സാറ് വഴക്കിട്ടതിനെ കുറിച്ച്. നീ എന്തിനാടി രഞ്ജിത്തിനോട് സംസാരിക്കുന്നേ? രഞ്ജിത്ത് നിന്റെ ആരാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട്ടിലൊരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ നിനക്കുള്ളൂ. നീ രഞ്ജിത്തിനോട് എന്തിനാ സംസാരിച്ചെന്നാ ഞാൻ ചോദിച്ചേ. രഞ്ജിത്ത് സാറിന് എന്തേലും വിഷമമായെങ്കിൽ അതിന് സോറി പറയാൻ. അതല്ലല്ലോ നടന്നത്. രഞ്ജിത്തിനോട് നീ പറഞ്ഞത് വേദയുടെയും ഞങ്ങളുടെയും കുറ്റമല്ലേ? അയ്യോ മാഡം, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആരെക്കുറിച്ചും സാറിനോട് സംസാരിച്ചിട്ടില്ല. നീ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. വേദയെ വിവാഹം കഴിക്കുന്നത് നല്ലതല്ലെന്ന് നീ രഞ്ജിത്തിനോട് പറഞ്ഞില്ലേ? ഇല്ല, എന്റെ താന്നിയൊരമ്മയാണ് സത്യം. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നിനക്ക് ഈ കുടുംബത്തിലെ എല്ലാവരോടും പകയാണല്ലോ. അത് മാഡത്തിന് വെറുതെ തോന്നുന്നത്. ഞാൻ ഈ കുടുംബത്തിലെ എല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്നുള്ളൂ. എന്നെ എത്ര ദ്രോഹിച്ചാലും എന്നെ എത്ര വെറുപ്പാണെന്ന് പറഞ്ഞാലും വേറെ ഒരു രീതിയിലും നിങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക്, ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ അവരോട് ഒട്ടുന്നൊരു സ്വഭാവം ഉണ്ട് നിനക്ക്.